ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ ആൻഡ് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എള്ളുണ്ട നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്വീറ്റ് ആണല്ലോ. അപ്പോൾ എള്ളുണ്ട നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ എള്ള് വറുത്ത് അതിൽ ശർക്കര എല്ലാം ഉരുക്കി ചേർത്ത് ഉരുട്ടി നല്ല കട്ടിയുള്ള രൂപത്തിലാണ് നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ എള്ളുണ്ട അല്ല ഉണ്ടാക്കുന്നത്, പകരം നമ്മുടെ എള്ളിൻ്റെ ഗുണങ്ങൾ ഒട്ടും പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. വേറൊന്നുമല്ല, എള്ള് വെച്ചൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ള് വെച്ചൊരു ലഡു നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖമായിട്ട് കഴിക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല കട്ടിയില്ല, നല്ല സോഫ്റ്റ് ലഡുവാണ്. അപ്പോൾ എള്ള് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് എള്ള് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കുക. സ്റ്റവ് ഓൺ ചെയ്തൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 150 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ 150 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്തതിന് ശേഷം ഞാൻ നിർത്തും. നമ്മുടെ നനവിൻ്റെ പാകം അനുസരിച്ചാണ് നമ്മൾ ഈ ശർക്കര ചേർക്കേണ്ടത്. ശർക്കര ഒന്ന് ഉരുകി വരുന്നതിന് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മധുരം കൂടുതൽ ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചെടുക്കുക. 1/4 കപ്പ് എടുത്താലും മതിയാവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന് ഒരു കുറുകി നല്ല ഒട്ടുന്ന പരുവം വരെ നിങ്ങൾ ഉരുക്കിയെടുക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ആറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ച് അതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ളാണ്. അപ്പോൾ എള്ള് നിങ്ങൾ മേടിക്കുമ്പോൾ കടയിൽ ഒന്ന് വാങ്ങിയതിന് ശേഷം അതൊന്ന് നല്ലപോലെ കഴുകി ഒന്ന് ഉണക്കിയെടുക്കണം. വെയിലിൽ ഉണക്കുകയാണെങ്കിൽ അങ്ങനെ, ഷെയ്ഡിൽ ഉണക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാമോളം വരും. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. കൂടുതൽ പൊടിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ മിക്സിയിൽ അത് കുറച്ചായി ഇട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച് ആ ഒരു എടുക്കുന്ന പരുവത്തിൽ നമുക്ക് കുറച്ച് ആ എള്ളിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വെളിയിൽ വരുമ്പോൾ കുറച്ചൊന്ന് നനഞ്ഞ് വരും അത് തനിയെ. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒന്ന് സ്പൂണിലെടുത്ത് കാണിക്കാം. ഈ ഒരു രൂപത്തിൽ കിട്ടണം. നമുക്കൊന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. കൂടുതൽ പൊടിഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അത്രയും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല. അത് പൊടിച്ചെടുക്കണം എന്ന് ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം, പക്ഷേ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള എള്ളും കൂടി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ബദാം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അതും കൂടുതൽ പൊടിയണ്ട, ഒരു 3-4 സെക്കൻഡ് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് കപ്പലണ്ടി നല്ലപോലെ ഒന്ന് വറുത്തെടുത്തത്, ക്രഷ് ചെയ്തെടുത്തത്, അതും ഒരു 1/4 കപ്പ് ചേർക്കുവാണ്. അതും ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ക്രഷ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും നട്ട്സ് ചേർക്കണമെന്ന് ഇല്ലാത്തവർക്ക് വേണ്ട ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്താൽ മതി. ഇപ്പം അണ്ടിപ്പരിപ്പായാലും കുഴപ്പമില്ല, കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. പക്ഷേ നട്ട്സ് കയ്യിൽ കൂടുതലുള്ളവർ എത്ര ചേർക്കുന്നോ അതിന് രുചി കൂടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. നല്ലപോലെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമുക്കതിലേക്ക് ശർക്കര ചേർക്കേണ്ടത്. അപ്പം ശർക്കര ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഒരു 1/2 കപ്പ്, 1 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ചിരകി എടുത്തതാണ്, ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ. അത് ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് നിങ്ങൾക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഏലക്ക, ഞാനിവിടെ ഒരു 4 ഏലക്ക എടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത്
ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ശർക്കര, നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചധികം സമയം തണുക്കാൻ വെക്കുകയാണെങ്കിൽ ശർക്കര കുറച്ചും കൂടി നല്ല വെള്ളം വലിഞ്ഞ് നല്ല ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത്. അപ്പോൾ നമുക്ക് ആ ശർക്കര അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നനവ് കൂടിപ്പോയാൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു സ്പൂൺ വെച്ച് ആദ്യം കുറച്ച് ചേർത്ത് വേണം നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ ആദ്യം ഒരു 3 സ്പൂൺ ചേർത്ത് നല്ലപോലെ ഇനിയൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ അത് നമുക്ക് കൈവച്ചൊന്ന് നല്ല പോലെ കുഴച്ച് എല്ലാം കൂടി നല്ല പോലെ യോജിപ്പിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം അത് നല്ല പോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടി നനവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഉരുട്ടിയെടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു പരുവം. ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്തെടുക്കുകയാണെങ്കിൽ ഇത് കയ്യിൽ ഒട്ടാതെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് ഉരുട്ടി എടുക്കാം. ഉണക്കമുന്തിരി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഉരുട്ടുന്ന സമയത്ത് അതിനകത്ത് 1-2 ഉണക്കമുന്തിരി വെച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉരുട്ടിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. വേറൊരു ഓപ്ഷൻ, ഇതിലും കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നട്ട്സ് പൊടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പാണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും ബദാം ആണെങ്കിലും അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എല്ലാം വേറെ ചെയ്യണമെന്നില്ല, ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വേറെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ എല്ലാം ഉരുട്ടി ലഡു ഷേപ്പിലാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അതിൻ്റെ ഗുണങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ എള്ള് വറുക്കാതെ പച്ചയോടെ തന്നെയാണ് എടുക്കുന്നതും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് നാൾ ഇത് വെളിയിലിരിക്കില്ല. കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ എള്ള് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പം വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.